നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യത്തെ ചരക്ക് കപ്പലിനെ സ്വാഗതം ചെയ്തതോടെ സംസ്ഥാനത്ത് വരാനിരിക്കുന്നത് നിരവധി തൊഴിലവസരങ്ങളാണ്. തുറമുഖവുമായി ബന്ധപ്പെട്ട ഈ ജോലികൾക്കുള്ള അപേക്ഷകൾ പോർട്ട് നടത്തുന്ന കമ്പനിയുടെ അറിയിപ്പുകൾക്ക് മറുപടിയായി സമർപ്പിക്കേണ്ടതായി ഉണ്ട്. എഞ്ചിനീയറിംഗിൽ വൈദഗ്ധ്യമുള്ളവർ, MBA, സമാന യോഗ്യതയുള്ള പ്രൊഫഷണലുകൾ, ഫിനാൻസ്, അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധർ തുടങ്ങിയവർക്കൊക്കെയാണ് വമ്പനായിട്ടുള്ള തൊഴിലവസരങ്ങൾ വരുന്നത്. കണ്ടെയ്നറുകൾ നീക്കാൻ ഉപയോഗിക്കുന്ന ITV, അതായത് ഇന്റർ ടെർമിനൽ വെഹിക്കിൾസ് പ്രവർത്തിപ്പിക്കാനുള്ള ലൈസൻസും അനുഭവ പരിചയവുമുള്ള വ്യക്തികൾക്ക് എല്ലാ തുറമുഖങ്ങളിലും ആവശ്യക്കാരുണ്ട്. പ്രത്യേക ഉപകരണങ്ങൾ, പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ, ഡ്രൈവർമാർ എന്നീ തസ്തികകളിലേക്കും വലിയ അളവിൽ ഒഴിവുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ തുറമുഖവുമായി ബന്ധപ്പെട്ട വിവിധ ഒഴിവുകൾ ഉറപ്പാക്കുന്നതിന് ഉദ്യോഗാർത്ഥികളെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കാം. കേരള സർക്കാരിൻ്റെയും അദാനി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെയും കീഴിൽ തുറമുഖ സംബന്ധമായ ജോലികൾക്കായുള്ള പരിശീലന കേന്ദ്രം ESAP അത് വിഴിഞ്ഞത്ത് ഇതിനകം തന്നെ തുറന്നിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗമായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡാണ് അന്താരാഷ്ട്ര തുറമുഖം ഏകദേശം 8,867 കോടി രൂപ ചെലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിക്കുന്നത്. ആധുനിക ഉപകരണങ്ങളും നൂതന ഓട്ടോമേഷൻ IT സംവിധാനങ്ങളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായി മാറുകയും ചെയ്യും. 2024 സെപ്റ്റംബറിലോ ഒക്ടോബറിലോ തുറമുഖം പൂർണ്ണമായി കമ്മീഷൻ ചെയ്യപ്പെടും. തുറമുഖവുമായി നേരിട്ട് ബന്ധപ്പെട്ട തസ്തികകൾക്ക് പുറമെ വിഴിഞ്ഞത്തും പരിസരത്തുമായി ആയിരക്കണക്കിന് അനുബന്ധ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിനാൽ തന്നെ ട്രക്ക് ജീവനക്കാർക്കും സാങ്കേതിക വിദഗ്ധർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സമാനമായ എണ്ണം കണ്ടെയ്നർ ട്രക്കുകൾ ആവശ്യമായി വരും. കൂടാതെ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്ന സ്വകാര്യ യാർഡുകളിലെ തൊഴിലാളികൾക്കും തുറമുഖത്ത് എത്തുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന കാറ്ററർമാർക്കും തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. തുറമുഖ ജീവനക്കാർക്കുള്ള താമസ സൗകര്യം, സീ ഫുഡ് പാർക്കും മറ്റ് വ്യവസായങ്ങളും സ്ഥാപിക്കൽ, പുതിയ വ്യവസായ ഇടനാഴിയുടെ വികസനം എന്നിവയിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുകളിൽ പറഞ്ഞ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ്. അധികം താമസിയാതെ തന്നെ ഈ തസ്തികകളിലേക്ക് ഒഴിവുകൾ വരും. വലിയ രീതിയിലായിരിക്കും ഇതിനെല്ലാം തന്നെ ആവശ്യക്കാരെ തേടുന്നത്. ജോലി കിട്ടിയാൽ വലിയ ശമ്പളമൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം തയ്യാറായിരിക്കുക.